ജീവിച്ചിരുന്നത്. യേശു എന്തിനാണ് അങ്ങനെയുള്ള ആ വ്യക്തിയെ വിടുവിക്കാൻ വന്നത്? ഈ സാഹചര്യമാണ് യേശു അവനെ വിടുവിക്കാൻ നിശ്ചയിച്ചത്. ഒന്നാമത്തെ സാഹചര്യം, ഹി വാസ് ഐസൊലേറ്റഡ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നും മാറി ജീവിക്കുന്ന ഒരു അനുഭവം. മറ്റുള്ളവരിൽ നിന്നും, കുടുംബക്കാരിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും, സ്വന്തക്കാരിൽ നിന്നും, ഇഷ്ടപ്പെട്ടവരിൽ നിന്നും മാറി നിർത്തിപ്പെട്ട ഒരു അനുഭവം. എന്താണ് അവനെ മാറ്റി നിർത്തിയത്? അവൻ മനുഷ്യനാൽ അവനെ ഒതുക്കുവാനോ മനുഷ്യനാൽ കൺട്രോൾ ചെയ്യാനോ കഴിയാത്ത ഒരു സ്വഭാവത്തിന് അടിമയായിപ്പോയി. ഒരു പൈശാചിക അധികാരത്തിന്റെ കീഴിൽ അവന്റെ ജീവിതമായി പോയി. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവൻ ജീവനുള്ളവരുടെ ഇടയിൽ പാർക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം മരിച്ചവരുടെ ഇടയിലാണ് താമസിച്ചത്. അവൻ കല്ലറകളിലാണ് പാർത്തത്. ഒന്നാമത്തെ കാര്യം, മനുഷ്യരിൽ നിന്നും അകന്നു നിൽക്കുന്നു. രണ്ട്, ജീവനുള്ളവരിൽ നിന്നും മരണത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നു. മരണത്തിന്റെ അനുഭവത്തിൽ, മരിച്ച അനുഭവങ്ങളിൽ ജീവിക്കുന്നു. മൂന്നാമത്തെ വിഷയം ഇങ്ങനെയാണ് ദൈവവചനം പറയുന്നത്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ മൾട്ടിപ്പിൾ ലഗ്യോൺ അവനെ വേദനിപ്പിച്ച് പോന്നിരുന്നു. ഈ മൂന്ന് വിഷയത്തിനകത്തും ജീവിതത്തിൽ ഒറ്റപ്പെട്ടവർ, ജീവിതത്തിൽ ജീവനില്ലാത്ത ജീവിതം ജീവിക്കുന്നവർ, ലൈഫിനകത്തൊരു മീനിങ് ഇല്ല, ഒരു ജീവനില്ല, ഒരു മരണതുല്യമായ ജീവിതം നയിക്കുന്നവർ, വാഗ്ദത്തങ്ങൾ, ജീവിതം, അനുഗ്രഹം, തലമുറകൾ എല്ലാം മരിച്ച രീതിയിലായിരിക്കുന്ന ചില ആളുകൾ. മൂന്നാമത്തേതാണ് അതികഠിനമായ പൈശാചിക ഉപദ്രവം. അതികഠിനമായി അവന്റെ ശരീരത്തെ അവനെ തന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ സെൽഫ് ഹാമിംഗ് ചെയ്യുന്ന സ്പിരിച്വൽ ആക്ടിവിറ്റീസുകൾ. ഈ മൂന്ന് വിഷയത്തിനകത്തും ഈ മനുഷ്യനെ വിടുവിക്കുവാൻ കഴിയുന്നത് യേശുവിനായിരുന്നു. ഇത് തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിന് നമ്മെ വിടുവിക്കുന്നതിനകത്ത് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. നമ്മുടെ കരച്ചിലുകൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ കണ്ണുനീരുകളെ കർത്താവ് വെറുതെ കളയത്തില്ല. അത് വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ശത്രുവുണ്ടായാലും, എന്തൊക്കെ പ്രതികരണങ്ങൾ, എന്തൊക്കെ പ്രതികൂലങ്ങളുടെ കാറ്റുകൾ നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും പരിശുദ്ധാത്മാവിന് കഴിയും, യേശുവിന് കഴിയും. ഇന്ന് ആ ദൈവശബ്ദം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.